ഇതില് ക്യാൻറ്റീനിലെ വിഷ്വൽസ് ഇല്ലേ? ഉണ്ട്. അതില് സിദ്ധുവിന്റെ മുഖം ശരിക്കും കാണാമോ? കാണാം. ഗുഡ്. അപ്പോൾ ഇന്നേനെ നമുക്ക് ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. അപ്പോ ഉടനെ ജാമ്യം കിട്ടുമായിരിക്കും അല്ലേ വക്കീലെ? എന്ന് പറയാൻ പറ്റില്ല. പ്രോസിക്യൂഷൻ സമയം ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അധികം വൈകില്ല. ഏറിയാൽ 1-2 ദിവസം. എത്രയും പെട്ടെന്ന് ആ വാർത്ത ഒന്ന് കേൾക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഈ ഡിജിറ്റൽ തെളിവുകളുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? കോടതിയുടെ വിവേചനാധികാരമാ അത് തെളിവായി സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത്. വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. അപ്പൊ നമ്മളിത് കൊടുക്കുന്നത് വെറുതെ ആവൂ? കോടതി ഇത് സ്വീകരിക്കാതിരിക്കൂ? അല്ല, നമ്മള് ഇത് മാത്രമല്ലല്ലോ കൊടുക്കുന്നേ. ഹൃദയം മാറ്റിവെച്ച ആളാണെന്ന് കൂടി നമ്മൾ പറയുന്നില്ലേ? ധൈര്യമായിട്ടിരിക്കും ഡോക്ടറെ. കോടതി അങ്ങനെ നെഗറ്റീവ് ആവില്ല. ദേവിക ആകാംക്ഷയോടെ കാത്തിരിക്കുക. വിഷ്വല് കിട്ടിയ വിവരം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതോടെ നല്ല പ്രതീക്ഷയിലെ ആള്. എല്ലാവരുടെയും പ്രതീക്ഷകൾ നടക്കും. സിദ്ധുവിന് ജാമ്യം കിട്ടും. ശരി, ഞാനിന്ന് ജാമ്യത്തിന് മൂവ് ചെയ്യാം. ഈ വണ്ടിക്ക് പണിയൊന്നുമില്ലല്ലോ അല്ലേ? അതെന്താ സാറേ അങ്ങനെ ചോദിച്ചേ? ഒരു പണിയില്ല, ഞാൻ ഗ്യാരണ്ടി. എന്തെങ്കിലും പണി വന്നാ നേരെ ഇങ്ങോട്ട് വിട്ടോ മതി. എന്റെ ചെലവില് ഞാൻ ചെയ്തുതരാം. ഈ വണ്ടിയുടെ ഓണർ പുള്ളിക്കാരെ ആശുപത്രിയില്ല. പേപ്പേഴ്സ് ഒക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. സെയിൽ ലെറ്റർ ഒപ്പിട്ട് തന്നിട്ടുമുണ്ട്. അതൊക്കെ തന്റെ കയ്യിലിരിക്കട്ടെ. ഓണർഷിപ്പ് മാറ്റണ്ടേ? അതെ. ആരുടെ പേരിലേക്കാ മാറ്റേണ്ടത്? അയാളുടെ ആധാർ കാർഡിന് കോപ്പി തന്നാ മതി. അച്ഛന്റെ പേരിലാ മാറ്റേണ്ടത്. എന്തിനാ മോളെ വെറുതെ? ഇരിക്കട്ടെ അച്ഛാ, എന്റെ ഒരു ആഗ്രഹമല്ലേ. എനിക്കൊരു കാർ വാങ്ങി തരണമെന്ന് നിത്യമോൾ എപ്പോഴും പറയുമായിരുന്നു. നിത്യമോളുടെ ആ ആഗ്രഹം ഞാൻ നടത്തി തരുന്നതെന്ന് വിചാരിച്ചാ മതി. എന്നാ കീ എടുത്തോ, ക്യാഷ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛൻ നിൽക്കേ, ഞാൻ കീ വാങ്ങിയിട്ട് വരാം. ഞാനേ യാത്ര പറയാൻ വേണ്ടി വന്നതാ. മിക്കവാറും ഇന്ന് ജാമ്യം കിട്ടും. ആദ്യം കിട്ടട്ടെ, എന്നിട്ട് നീ സന്തോഷിച്ചാ മതി. നിനക്ക് ഇഷ്ടമായിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ പുറത്തു പോകുന്നത്. ഒരിഷ്ടക്കേടുമില്ല, മറിച്ച് സന്തോഷമേ ഉള്ളൂ. നീ പുറത്തിറങ്ങിയാലല്ലേ എന്റെ ജാമ്യം ശരിയാവും. അല്ല, നീയാണല്ലോ എന്റെ വക്കീല്. എന്റെ കേസ് പോലെ അല്ല നിന്റെ കേസ്. നിനക്ക് ജാമ്യം കിട്ടാനേ കുറച്ച് പ്രയാസമാവും. നീ ബാധിച്ചാ കിട്ടാതിരിക്കോ? നീ മിടുക്കനല്ലേ? എല്ലാം നിന്റെ കയ്യിലായിരിക്കുന്നത്. എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തിറങ്ങിയേ പറ്റൂ. അതിന് നീ എന്നെ സഹായിക്കണം. എന്തെങ്കിലും കാരണവശാൽ നീ ഉഴപ്പിയ പോയതുപോലെ തന്നെ നീ തിരിച്ചിങ്ങോട്ട് വരും. ഭീഷണിയാണോ? ഒരു ചെറിയ മുന്നറിയിപ്പ്. എടാ, ഇതിനകത്ത് കിടക്കുന്ന നീ വിചാരിച്ച എന്ത് ചെയ്യാൻ പറ്റൂടാ? എടാ, ഞാൻ ഇതിനകത്താണെങ്കിലേ അവള് പുറത്തുണ്ട്, ചന്ദ്ര. അവള് വിചാരിച്ച മതി മോനെ നീ അകത്താവാൻ. അവള് മാത്രമല്ല, സഹായത്തിന് എനിക്ക് പലരും ഉണ്ട്. എന്റെ ബന്ധങ്ങളെക്കുറിച്ച് നിനക്കെന്തറിയാം? എന്നിട്ട് അവരെയൊന്നും കണ്ടില്ലല്ലോ നിന്നെ പുറത്തിറക്കാൻ. രക്ഷപ്പെടണമെങ്കിൽ ഞാൻ തന്നെ വേണമെന്നുള്ള അവസ്ഥ വന്നില്ലേ? വെറുതെ ഒന്നുമല്ലല്ലോ, ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തന്നില്ലേ ചന്ദ്ര? അത് അവളുടെ നിവർത്തിക്കേട്. നിങ്ങൾ തമ്മിലുള്ള അടുപ്പം എങ്ങനെയുള്ളതാണെന്ന് എനിക്കറിയത്തില്ലല്ലോ. പക്ഷേ ചില സൂചനകളൊക്കെ ഉണ്ട്. അത് ഉറപ്പിച്ചു പറയാനേ എന്നാ എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. മോനെ, ഇല്ലാത്ത തെളിവ് അന്വേഷിച്ചിടുന്നാ കിട്ടൂ. വെറുതെ അതിന് ശ്രമിക്കാതിരിക്കുന്ന നിനക്ക് നല്ലത്. എനിക്ക് ഒരു സിദ്ധിയുണ്ട്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം താനെ എൻ്റെ മുന്നിൽ വന്ന് വീഴും. കുറച്ച് കാത്തിരുന്നാലെങ്കിലും എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടും.
എന്തായാലും ഇനി ചിലപ്പോ കണ്ട് യാത്ര പറയാൻ പറ്റിയെന്ന് വരില്ല. കാണാം പുറത്തു വെച്ച്. ആയിക്കോട്ടെ. എങ്ങോട്ടാ? ഒന്ന് സബ് ജയിൽ വരെ പോണം, സിദ്ധുവിനൊന്ന് കാണാൻ. നാണമില്ലല്ലോടി, അവനെ പോലെ ഒരുത്തനെ കാണാൻ ജയിലിൽ പോവാൻ. ഞാനെന്തിനാ മുത്തശ്ശി നാണിക്കുന്നേ? സിദ്ധു കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് നിന്റെ വിശ്വാസം. അതാവണമെന്നുണ്ടോ സത്യം? ഉണ്ട്. വെറുതെ വിശ്വസിക്കല്ല, അതിനുള്ള തെളിവും കിട്ടിയിട്ടുണ്ട്. അപകടം നടക്കുന്ന സമയത്ത് സിദ്ധു കോടതി ക്യാൻറ്റീനിലായിരുന്നു. അതിന്റെ CCTV ക്യാമറ ദൃശ്യങ്ങള് വിശാലും നിരഞ്ജൻ ഡോക്ടറും കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കാർ ഓടിച്ചിരുന്ന ആരാ? അതാ ഇനി കണ്ടുപിടിക്കേണ്ടത്. ഈ നുണയൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? സിദ്ധു അല്ലാതെ സിദ്ധുവിന്റെ കാറ് വേറെ ആരെടുക്കാനാ? ഇത് കോടതിയെ പറ്റിക്കാനുള്ള തട്ടിപ്പല്ലേ? സിദ്ധു തന്നെയാ കാർ ഓടിച്ചത്, അതെനിക്ക് ഉറപ്പാ. മുത്തശ്ശിക്ക് എന്ത് വേണമെങ്കിലും വിശ്വസിക്കാം, അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ അത് ഞാനും കൂടി വിശ്വസിക്കണമെന്ന് മുത്തശ്ശി വാശി പിടിക്കരുത്. എടീ, എനിക്ക് ശരത്തുമോൻ പറയുന്നത് വിശ്വസിക്കാനാ ഇഷ്ടം. അവന്റെ അമ്മയെ നീയും സിദ്ധുവും അല്ലാതെ വേറെ ആരും ഉപദ്രവിക്കില്ല. അതൊക്കെ നമുക്ക് കേസ് കഴിയുമ്പോൾ അറിയാം മുത്തശ്ശി. ഒരു ചതി നടന്നിട്ടുണ്ടെന്ന് വളരെ വ്യക്തം. അതാര് നടത്തി, എങ്ങനെ നടത്തി, അത് ഞാൻ കണ്ടുപിടിച്ചോളാം. എന്നാ ആദ്യം അത് കണ്ടുപിടിക്കുക, എന്നിട്ട് സംസാരിക്കുക. അതിന് തന്നെയാ പോകുന്നത്. ആദ്യം ജാമ്യം, പിന്നെ അന്വേഷണം. സത്യം ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. മുത്തശ്ശി അന്ന് വിശ്വസിച്ചാ മതി. പിന്നെ മുത്തശ്ശി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു സത്യം മുത്തശ്ശി മനസ്സിലാക്കി. നമ്മുടെ അമ്മയെ കാണാതായതിന്റെ പിന്നിലടക്കം പ്രവർത്തിച്ചിരിക്കുന്ന ശരത്ത. അതും കൂടി ഞങ്ങൾ തെളിയിക്കും. വാമോ. അച്ഛനാണോ വണ്ടി ഓടിച്ചേ? അതെ മോളെ. എങ്ങനെയുണ്ട് അച്ഛാ കാറ്? ആ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇതാരുടെ കാറാ മനോഹര? നമ്മള് മേടിച്ചതാ മുത്തശ്ശി. നീയോ? അതെ. നന്നായി.